ചില സിനിമകളുണ്ട് കണ്ണീർ കൊണ്ട് കണ്ണൊന്നലങ്കരിച്ച് മനസ്സിൽ ഒരു തിളക്കവും തീർത്ത് കടന്നു പോകുന്നവ. മക്കളും പാരന്റ്സും തമ്മിൽ ആർക്കും വിവരിക്കാൻ പറ്റാത്ത വിധം വലിയൊരു ബന്ധം തന്നെയുണ്ട്. പലപ്പോഴും വാക്കുകൾക്കതീതമായി ഹൃദയങ്ങളെ തൊട്ടുനിൽക്കുന്നയൊന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ കൂടിയും ആ ബന്ധത്തിന്റെ ആഴം പലപ്പോഴും വിവരണത്തിനും അതീതമായിരിക്കാം. ലോകത്തിന്റെ രണ്ടു കോണിലായി ജീവിച്ച ആ ഒരമ്മയും മകളും തമ്മിലും അത്തരമൊരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും സിനിമാ കഥയിലേക്ക് സ്വാഗതം. നിങ്ങളിന്ന് സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത് അവർ സീസൺ എന്ന ചലച്ചിത്രത്തിന്റെ കഥയാണ്. രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് ബോഗ്ജ എന്ന പേരുള്ള പ്രായമേറിയ ഒരു സ്ത്രീയിലൂടെയാണ്. ബോഗ്ജ 3 വർഷം മുമ്പേ മരണപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് അവർക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു പ്രത്യേക അവസരം കൈവന്നിരിക്കുന്നു. 3 ദിവസത്തെ അവധി, അതായത് ഒരു വെക്കേഷൻ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങിച്ചെന്ന് തന്റെ പ്രിയപ്പെട്ടവരിൽ ഒരാളെ അവർക്ക് കാണാൻ സാധിക്കും. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളായ ജൂഹിയെ കാണാനാണ് ബോഗ്ജ ആഗ്രഹിച്ചത്. അവർ ജീവനേക്കാളും ഏറെ സ്നേഹിച്ച് തന്റെ ജീവിതം മുഴുവൻ ആർക്കു വേണ്ടി ത്യാഗം ചെയ്തോ അതേ മകളെ കാണാൻ. എന്നാൽ ഭൂമിയിലേക്ക് അയക്കുന്നതിന്റെ തൊട്ടുമുമ്പ് മരണാനന്തര ജീവിതത്തിലെ ഒരു ഗൈഡ്, ഒരു മെസ്സഞ്ചർ ബോഗ്ജയ്ക്ക് ചില പ്രധാനപ്പെട്ട നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഈ വെക്കേഷൻ വെറും 3 ദിവസത്തേക്ക് മാത്രമുള്ളതാണ്. അതിനുശേഷം അവർ ഉടൻ തന്നെ മടങ്ങിയെത്തണം. അവർക്ക് തന്റെ പ്രിയപ്പെട്ടവരെയോ പരിചയമുള്ളവരെയോ തൊടാനൊന്നും കഴിയില്ല. അവരൊരു ആത്മാവ് മാത്രമാണ്. മാത്രമല്ല, ഭൂമിയിൽ വലിയ മാറ്റങ്ങൾക്കും ശ്രമിച്ചുകൂടാ. ഇത്തരത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ അദ്ദേഹം വ്യക്തമാക്കി. അതിനുശേഷം ബോഗ്ജ തന്റെ ഗൈഡിനോട് മകൾ ജൂഹിയെക്കുറിച്ച് സംസാരിച്ചു. ജൂഹി വളരെ മിടുക്കിയും കഴിവുള്ളവളുമായ ഒരു പെൺകുട്ടിയാണെന്നും ഇപ്പോൾ അമേരിക്കയിലെ കാലിഫോർണിയയിൽ പ്രൊഫസറായി ജോലി ചെയ്യുകയാണെന്നും ഏറെ അഭിമാനത്തോടെ അവർ പറഞ്ഞു. തന്റെ മകളെക്കുറിച്ച് പറയുമ്പോ അവർക്ക് 100 നാവായിരുന്നു. എന്നാൽ ഗൈഡ് തന്റെ മാന്ത്രിക മാപ്പിൽ ജൂഹിയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ അയാൾ ഒന്ന് ഞെട്ടി. മാപ്പിൽ ജൂഹി ഇപ്പോൾ അമേരിക്കയിലല്ല ഉള്ളത്, മറിച്ച് തന്റെ സ്വന്തം നാട്ടിലാണ്. ബോഗ്ജ എവിടെ ജീവിച്ചിരുന്നോ അതേ നാട്ടിൽ. രണ്ടുപേരും പിന്നാലെ അങ്ങോട്ടേക്ക് തിരിച്ചു. അവിടെ കണ്ട കാഴ്ച ബോഗ്ജയെ അത്ഭുതപ്പെടുത്തി. ജൂഹി തന്റെ അമ്മ ബാക്കി വെച്ചുപോയ അമ്മയുടെ റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് ബോഗ്ജയുടെ ഹൃദയം തകർന്നു. തന്റെ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് ജൂഹിക്കൊരു നല്ല ജീവിതം നൽകാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ എന്നാൽ അവളുടെ മകൾ അതെല്ലാം ഉപേക്ഷിച്ച് ആ ചെറിയ ഗ്രാമത്തിലെ താൻ ജീവിച്ച കഷ്ടതയുള്ള ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നു. മിസ് ബോഗ്ജ തന്റെ മകൾ ജൂഹിയോട് സംസാരിക്കാൻ ശ്രമിച്ചു. അവൾ എന്തിനാ ജോലി ഉപേക്ഷിച്ചതെന്ന് അവർക്കറിയണമായിരുന്നു. എന്നാൽ ജൂഹിക്ക് അവരെ കാണാനോ അവരുടെ വാക്കുകൾ കേൾക്കാനോ കഴിയില്ലല്ലോ. മിസ് ബോഗ്ജ ആകെ കൺഫ്യൂഷനിലായി. താൻ പോയതിനു ശേഷം ജൂഹിയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് എന്നവർക്ക് മനസ്സിലാകുന്നേയില്ല. ഇതിനിടയിൽ ജൂഹിക്കൊരു ഫോൺ കോൾ വന്നു. ആ സംസാരത്തിൽ ബോഗ്ജയ്ക്ക് ചില സത്യങ്ങൾ തിരിച്ചറിയാനായി. ജൂഹി സ്വന്തം ഇഷ്ടപ്രകാരമല്ല ജോലി ഉപേക്ഷിച്ചത്, മറിച്ചവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായിരുന്നു. അത് കേട്ടതും ബോഗ്ജയ്ക്ക് വലിയ ആഘാതമായി. അവൾക്ക് മകളെയോർത്ത് ഉള്ളിൽ വലിയ സങ്കടം നിറഞ്ഞു. താൻ ഒരിക്കൽ പോലും വീട്ടുജോലികളുടെ ഭാരം മോൾ അറിയരുതെന്ന് കരുതി അവളെ മാറ്റി നിർത്തിയായിരുന്നു വളർത്തിയത്. ഇന്നവളത് അവളുടെ എല്ലാ ജോലികളും സ്വയം കൈകാര്യം ചെയ്യുന്നു. അവർക്ക് സങ്കടവും ദേഷ്യവും വന്നു. മിസ് ബോഗ്ജ ആഗ്രഹിച്ചിരുന്നത് തന്റെ മകൾ ഒരിക്കലും താൻ ജീവിച്ച പോലൊരു ജീവിതം ജീവിക്കരുതെന്നായിരുന്നു. അതുകൊണ്ടാണ് അവർ ജീവൻ പണയം വെച്ച് രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് മകളെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കി ഒരു നല്ല ഭാവി നൽകാൻ ശ്രമിച്ചത്. എന്നാൽ ഇന്ന് ജൂഹി അവരെന്താഗ്രഹിച്ചോ അതിന് ഓപ്പോസിറ്റ് രീതിയിൽ കാണപ്പെടുന്നു. ആ അവസ്ഥയിൽ മകളെ കാണുമ്പോ അവരുടെ ഹൃദയം തകരുന്നുണ്ട്. തന്റെ അധ്വാനവും സ്വപ്നവുമെല്ലാം ആരോ തട്ടിയെടുത്ത പോലെ പാഴായി പോയ പോലെ അവർക്ക് തോന്നിക്കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം റെസ്റ്റോറന്റിലേക്ക് 2 കസ്റ്റമേഴ്സ് വന്നു. ജൂഹി അവർക്കായി സ്വയം കിച്ചണിൽ പോയി വിഭവങ്ങൾ തയ്യാറാക്കി. ബോഗ്ജ അതൊക്കെ കണ്ട് അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു. മുമ്പ് മിസ് ബോഗ്ജ എങ്ങനെയാണോ ഭക്ഷണമുണ്ടാക്കിയത് അതേ രീതിയിലായിരുന്നു ജൂഹിയും ഭക്ഷണമുണ്ടാക്കുന്നത്. അടുക്കളയിലെ ജോലികൾ പോലും ചെയ്യാൻ അറിയാതിരുന്ന മകൾ ഇന്ന് സ്വന്തം കൈകൊണ്ട് ഭക്ഷണമുണ്ടാക്കുന്നു. അവർ നിശബ്ദമായി അത് നോക്കി നിന്നു. ചിന്തകളിലാഴ്ന്നു. കസ്റ്റമേഴ്സ് അവളുടെ വിഭവം രുചിച്ചു നോക്കുകയും മനസ്സ് തുറന്ന് അവളെ പുകഴ്ത്തുകയും ചെയ്തു. അവർക്ക് ജൂഹി ഉണ്ടാക്കിയ ഭക്ഷണം ശരിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും ജൂഹി അവരിൽ നിന്നധികം പണമൊന്നും ഈടാക്കിയില്ല. അതിൽ നിന്നും വലിയൊരു കാര്യം വ്യക്തമാകുന്നുണ്ടായിരുന്നു. ജൂഹി ആ റെസ്റ്റോറന്റ് നടത്തുന്നത് പണം സമ്പാദിക്കാനൊന്നും വേണ്ടിയല്ല. അതിനു പിന്നിൽ ആഴത്തിലുള്ള മറ്റെന്തോ ഉണ്ട്. മിസ് ബോഗ്ജയ്ക്ക് അതുവരെ മനസ്സിലാകാത്ത എന്തോ ഒരു വേദന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും.
കുറച്ച് സമയത്തിനു ശേഷം ജൂഹി റെസ്റ്റോറന്റ് അടച്ചു. അവിടെ നിന്ന് എള്ളെണ്ണ വാങ്ങാൻ പുറത്തേക്ക് പോയി. ആ സമയത്ത് ഗ്രാമത്തിലെ ചില പ്രായമായ ആളുകൾ ജൂഹിയെ കണ്ടു. അവർ പരസ്പരം സംസാരിച്ചു. അമേരിക്കയിൽ അത്രയും നല്ലൊരു ജോലി ഉണ്ടായിട്ട് അതും ഉപേക്ഷിച്ച് ഈ പെണ്ണ് ഇവിടെ വന്ന് ഇതെന്തൊക്കെയായി ചെയ്യുന്നത്? ഈ റെസ്റ്റോറന്റിൽ നിന്ന് അവൾക്ക് വലിയ വരുമാനമൊന്നും കിട്ടില്ലല്ലോ. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ബോഗ്ജെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ജൂഹി ഇങ്ങനെ കണ്ട് ഒരുപാട് സങ്കടപ്പെട്ടേനെ. പക്ഷേ അവർക്കറിയില്ലായിരുന്നു ബോഗ്ജയുടെ ആത്മാവ് ഇതൊക്കെ കേട്ട് അവരുടെ അരികിലുണ്ടായിരുന്നുവെന്ന്. നിശബ്ദമായി ബോഗ്ജ ആ വാക്കുകൾ കേട്ടു. അവളുടെ ഹൃദയം കൂടുതൽ ദുഃഖത്താൽ നിറഞ്ഞു. കുറച്ചു സമയത്തിനു ശേഷം ജൂഹി തന്റെ സ്പെഷ്യൽ എള്ളെണ്ണ വാങ്ങാൻ ഒരു വൃദ്ധയായ ആന്റിയുടെ അടുത്തെത്തി. അവർ ജൂഹിയുടെ ആന്റി മാത്രമല്ല, മിസ് ബോഗ്ജയുടെ വളരെ അടുത്തൊരു സുഹൃത്തു കൂടിയായിരുന്നു. ജൂഹി അവരോട് എണ്ണ തരുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മൂന്നെന്ന് പേരുണ്ടായിരുന്ന ആ ആന്റി എണ്ണ വിൽക്കാൻ വിസമ്മതിച്ചു. കാരണം മിസ് ബോഗ്ജയെ പോലെ അവരും ജൂഹിയുടെ നന്മയാണ് ആഗ്രഹിച്ചിരുന്നത്. ജൂഹി എത്രയൊക്കെ പഠിച്ചിട്ട് വീണ്ടും ഗ്രാമത്തിലേക്ക് മടങ്ങി വന്ന് അവിടെ അങ്ങനെ കഷ്ടത നിറഞ്ഞൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കാൻ മൂൺ തീരെ ആഗ്രഹിച്ചില്ല. എന്നാൽ ജൂഹി അവരോട് ഒരുപാട് സംസാരിച്ചു. അവരെ എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ച് അവരിൽ നിന്നും എണ്ണ വാങ്ങി. എണ്ണ കൊടുക്കുന്നതിനിടയിൽ മൂൺ അവളോടായി പറഞ്ഞു, ഇനി നീ ഒരു കല്യാണം കഴിക്കണം, ഒരു സന്തോഷമുള്ള കുടുംബം കെട്ടിപ്പടുക്കണം. ഈ വാക്കുകൾ കേട്ടപ്പോ മിസ് ബോഗ്ജ കൂടുതൽ ചിന്താക്കുഴപ്പത്തിലായി. അവരുടെ ഓർമ്മകൾ പഴയകാലത്തിലേക്ക് ഒഴുകിച്ചെന്നു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. മിസ് ബോഗ്ജ താൻ ജീവിച്ചിരുന്ന കാലം ഓർക്കുകയാണ്. അക്കാലത്ത് അവർ ജൂഹിയെ എപ്പോഴും ഫോൺ ചെയ്യുമായിരുന്നു. അവളോട് സംസാരിക്കാൻ ശ്രമിക്കുമായിരുന്നു. അവർ ഒരിക്കൽ അവളോട് അപേക്ഷിക്കുക പോലും ചെയ്തു, ഒറ്റത്തവണ നീ ഒന്ന് വീട്ടിലേക്ക് വാ, നമുക്കൊരുമിച്ച് ഡിന്നർ കഴിക്കാം. എന്നാൽ അപ്പോഴൊക്കെ ജൂഹി അത് നിരസിച്ചു. താൻ വളരെ ബിസിയാണ് എന്നായിരുന്നു അവൾ പറഞ്ഞിരുന്നത്. അക്കാലത്ത് അവർക്ക് സ്വന്തം മകളെയൊന്ന് കാണാൻ പോലും കിട്ടിയിരുന്നില്ല. മിസ് ബോഗ്ജയ്ക്ക് അതിൽ സങ്കടവും തോന്നിയിരുന്നു. ആ വീട്ടിലെന്ന് മിസ് ബോഗ്ജ തനിച്ചായിരുന്നു. മകളുടെ ഫോൺ കോളിനായി അവർ കാത്തിരിക്കുമായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ജൂഹി അമേരിക്കയിലേക്ക് പോകുമെന്ന കാര്യം അവരറിഞ്ഞിരുന്നു. എന്നാൽ എപ്പോഴാണ് പോകുക എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായ ഉറപ്പുമുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ ബോഗ്ജയ്ക്ക് നേരിട്ട് ജൂഹിയോട് അത് ചോദിക്കാമായിരുന്നു. എന്നാൽ ആ ദിവസങ്ങളിൽ ജൂഹി അവരോട് നേരെ ചൊവ്വേ സംസാരിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു വഴിയില്ലാതെ അവർക്ക് അതിനെപ്പറ്റി തന്റെ സിസ്റ്റർ ഇൻ ലോയോട് ചോദിക്കേണ്ടി വന്നു. അവരിൽ നിന്നുമായിരുന്നു അടുത്തയാഴ്ച ജൂഹി അമേരിക്കയ്ക്ക് പോകും എന്ന് ബോഗ്ജ അറിഞ്ഞതും ആ വിവരം മിസ് ബോഗ്ജയുടെ ഹൃദയത്തിലെന്ന് വല്ലാതെ മുറിവേൽപ്പിച്ചു. സ്വന്തം മകളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പോലും മറ്റുള്ളവരിൽ നിന്ന് അറിയേണ്ടി വരിക എന്നത് ഒരമ്മയെ സംബന്ധിച്ച് അത്ര വലിയ വേദനയാണല്ലോ പകരുക. അക്കാലത്തൊന്നും ജൂഹി തന്റെ അമ്മയ്ക്ക് ഒരു തവണ പോലും മുഖം കൊടുത്തിരുന്നില്ല. അവരെ ഒന്ന് കാണാതെയാണ് അവൾ നേരെ അമേരിക്കയിലേക്ക് പുറപ്പെട്ടതും. അറിഞ്ഞോ അറിയാതെയോ ജൂഹി തന്റെ അമ്മയുടെ ഹൃദയത്തെ പലതവണ വേദനിപ്പിച്ചിരുന്നു. എങ്കിലും മിസ് ബോഗ്ജയുടെ ഹൃദയത്തിൽ മകളെക്കുറിച്ച് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. കാരണം ജൂഹിയായിരുന്നു അവരുടെ ലോകം. ജൂഹി ഒരിക്കലും അവരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും പ്രസന്റിലേക്ക് വരുമ്പോ ജൂഹി പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നതായി വ്യക്തമാണ്. അവൾ എപ്പോഴും എന്തോ ചിന്തകളിൽ മുഴുകിയിരിക്കുന്നു. അവളുടെ ഉള്ളിൽ അവളെ തന്നെ പിടിച്ചു തകർത്തുകൊണ്ടിരിക്കുന്ന എന്തോ ഒന്നൊളിച്ചിരിക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് സങ്കടവും കണ്ണുകളിൽ ക്ഷീണവും ഹൃദയത്തിൽ വേദനയും പ്രകടമായി കാണാം. അന്ന് രാത്രിയിൽ ജൂഹി തന്റെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. മിസ് ബോഗ്ജ അവളുടെ അടുത്തിരിക്കുന്നുണ്ട്. അവളെ സ്നേഹം നിറഞ്ഞ കണ്ണുകളോടെ ബോഗ്ജ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ജൂഹി ഉറക്കം ഞെട്ടിയത്. അവളുടെ ശ്വാസമെടുപ്പ് വേഗത്തിലായി. അവൾ പരിഭ്രാന്തിയോടെ ഒന്നും ചിന്തിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ വീട്ടിൽ നിന്ന് പുറത്തേക്കൂടി. മിസ് ബോഗ്ജ ഭയപ്പെട്ടു. എന്തായി സംഭവിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ജൂഹി വിജനമായ ഒരിടത്ത് വന്നു ചെന്ന് നിന്നു. അവിടെ നിന്ന് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അവൾ ആ സമയം പറയുന്നുണ്ടായിരുന്നു, എന്നോട് ക്ഷമിക്കൂ അമ്മേ, എന്റെ തെറ്റുകൾ കാരണം എനിക്ക് ജീവിക്കാൻ പോലും പറ്റാതായിരിക്കുന്നു. ജൂഹിയുടെ വാക്കുകളിൽ നിന്നും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ടായിരുന്നു. ഇതാ ഒരു ദിവസത്തെ കാര്യം മാത്രമല്ല, അവൾക്ക് മര്യാദക്കുറങ്ങാൻ കഴിയാറില്ല. എല്ലാ രാത്രിയിലും ഇതെല്ലാം ആവർത്തിക്കുന്നു. ജൂഹി ഇതുപോലെ തകർന്നടിയുന്നു. പകൽ സമയങ്ങളിൽ അവൾക്ക് തീരെ സമാധാനമില്ല. അവൾ തന്റെ അമ്മയെക്കുറിച്ചോർത്ത് വേദനിച്ച് ഡിപ്രഷന്റെ ഇരയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കാലമായി ജൂഹി ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് ചികിത്സ തേടുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ തന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ അവരെ ഒരിക്കലും താൻ ശരിയായി പരിചരിച്ചില്ലല്ലോ എന്ന കാര്യത്തിൽ അവൾക്ക് ആഴത്തിലുള്ള പശ്ചാത്താപമുണ്ടായിരുന്നു. എപ്പോഴും അവരോട് വളരെ പരുക്കം മട്ടിലാണ് അവൾ പെരുമാറിയിരുന്നത്. ഒരിക്കൽ പോലും സ്വന്തമായി ഫോൺ വിളിച്ച് അവരുടെ സുഖവിവരങ്ങൾ അവൾ അന്വേഷിച്ചിരുന്നില്ല. ഇന്ന് അവരെയോർത്ത് അവളാകെ തകർന്നുപോയിരിക്കുന്നു. തന്റെ അമ്മയെ ഈ ലോകത്ത് അവർക്കാരുമില്ലാത്തതുപോലെ പൂർണ്ണ
പൂർണ്ണമായും ഒറ്റയ്ക്ക് ഉപേക്ഷിക്കുകയായിരുന്നു അവൾ ചെയ്തത്. ബോക്ജ പോയതിനു ശേഷം ജൂഹിയുടെ ജീവിതത്തിൽ ഒരു ശൂന്യത നിറഞ്ഞു. ഇപ്പോൾ ബോക്ജ ഈ ലോകത്തില്ലാതായപ്പോ അവരോടൊപ്പം കുറച്ചുകൂടി സമയം ചിലവഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ജൂഹി ആഗ്രഹിക്കുന്നു. അവൾക്ക് തന്റെ അമ്മയുടെയൊപ്പം കുറച്ചു കാലം കൂടി ജീവിക്കണമായിരുന്നു. അവരോടൊപ്പം പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കണമായിരുന്നു. തന്റെ സമ്പാദ്യം കൊണ്ട് അവർക്കെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമായിരുന്നു, വാങ്ങിക്കൊടുക്കണമായിരുന്നു. അതുവരെ അമ്മ അനുഭവിക്കാതിരുന്ന സന്തോഷങ്ങൾ അമ്മയ്ക്ക് പകർന്നു നൽകാൻ അവളേറെ ആഗ്രഹിച്ചിരുന്നു. തന്റെ സൈക്യാട്രിസ്റ്റിനോട് സംസാരിക്കുന്നതിനിടയിൽ ജൂഹി ഒരു കാര്യം പറയുന്നുണ്ട്. താൻ ചെറുതായിരുന്നപ്പോ എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയതാണ്. അവിടെ നിന്ന് കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ജൂഹി ഒരു ചെറിയ പെൺകുട്ടി മാത്രമായിരുന്ന കാലം അവളുടെ പിതാവ് നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു. ബോക്ജ ഒറ്റയ്ക്കാണ് മകളെ വളർത്തിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ബോക്ജ മകളെ തന്റെ സഹോദരന്റെ വീട്ടിലാക്കി നഗരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതിനൊരു കാരണവുമുണ്ട്. ഗ്രാമത്തിൽ മകൾക്കൊരു നല്ല ജീവിതം നൽകാൻ തക്കവണ്ണമുള്ള ജോലികളൊന്നും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. നഗരത്തിൽ അവർക്ക് ഒരു വീട്ടിൽ ഹോം മെയ്ഡായി ജോലി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊരു കണ്ടീഷൻ വെച്ചു. മകളെ ഒന്നും കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനാണെങ്കിൽ നിങ്ങൾക്കിവിടെ ജോലിക്ക് നിൽക്കാം. പോകുന്നതിന് മുമ്പ് അവർ ചെറിയ ജൂഹിയോട് പറഞ്ഞു, ഞാൻ മാസത്തിൽ 2 തവണ നിന്നെ കാണാൻ വരും. അതുകൊണ്ട് എന്നെ ഓർത്ത് മോൾ ഒരുപാട് വിഷമിക്കരുത്. നന്നായി പഠിക്കണം. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ജൂഹിയുടെ കൂട്ടുകാരി അവളെ കാണാൻ എത്തിയിരുന്നു. ജൂഹി തന്റെ പഴയ കൂട്ടുകാരിയെ കൂട്ടിക്കൊണ്ടുവരാൻ നേരെ സ്റ്റേഷനിലേക്ക് പോയി. മിന്നെന്നായിരുന്നു അവളുടെ പേര്. ഇരുവരും ഹൈസ്കൂൾ സുഹൃത്തുക്കളായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് അവരിപ്പോൾ കണ്ടുമുട്ടുന്നത്. യാത്രാമധ്യേയുള്ള സംഭാഷണത്തിനിടയിൽ ജൂഹിക്കിപ്പോൾ മക്ഡൊണാൾഡ്സിൽ പോകുന്നത് ഇഷ്ടമല്ല എന്ന കാര്യം വ്യക്തമാകുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ അത് അവളുടെ ഫേവറേറ്റ് ആയിരുന്നു താനും. വീട്ടിലെത്തുമ്പോ ഗ്രാമത്തിലെ പ്രായമായ പല ആളുകളും ജൂഹിയുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടി പ്രതിഷേധിക്കുന്നത് അവർ കണ്ടു. ഗ്രാമത്തിലൊരു ഗോൾഫ് കോഴ്സ് നിർമ്മിക്കാൻ പോവുകയായിരുന്നു. അതിനായി എല്ലാവരും തങ്ങളുടെ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറുമായിരുന്നു. എന്നാൽ ജൂഹി തന്റെ അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞ ആ വീട് വിൽക്കാൻ വിസമ്മതിച്ചു. ആ സ്ഥലം തനിക്ക് വെറും ഒരു മണ്ണല്ല, ഇത് തന്റെ അമ്മയുടെ അടയാളമാണ് എന്നായിരുന്നു അവൾ പറഞ്ഞിരുന്നത്. ആളുകൾ അതിന്റെ പേരിൽ അവളോട് ദേഷ്യപ്പെട്ടു. കാരണം ഗോൾഫ് കോഴ്സ് വന്നാൽ തങ്ങൾക്ക് ചെറിയ ചെറിയ ജോലികൾ ലഭിക്കുമെന്നും മറ്റ് ബിസിനസ്സുകൾ വികസിക്കുമെന്നും തങ്ങളുടെ പ്രദേശം രക്ഷപ്പെടും എന്നും അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ജൂഹി എല്ലാവർക്കും സ്വന്തം കൈകൾ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി നൽകി വളരെ സ്നേഹത്തോടും ക്ഷമയോടും കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. ഈ സമയം അത്രയും ബോക്ജ അവിടെ തന്നെ നിന്നിതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ജൂഹിയെ കാണുമ്പോ അവൾ മുമ്പത്തേക്കാൾ ഒരുപാട് റെസ്പോൺസിബിൾ ആയി മാറി എന്നവർക്ക് മനസ്സിലായി. എങ്കിലും തന്റെ മകൾ ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് താമസിച്ച് ഒരു തരത്തിൽ ജീവിതം നശിപ്പിക്കുകയാണല്ലോ എന്നോർത്തവരുടെ ഹൃദയം വല്ലാതെ വേദനിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് മിന്നും ജൂഹിയും തമ്മിൽ അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ സമയം ജൂഹി പറഞ്ഞു, ഞാനിവിടെ താമസിക്കുന്നത് എന്നെ തന്നെ ശിക്ഷിക്കാൻ വേണ്ടിയാണ്. ബോക്ജ ഞെട്ടലോടെ അത് കേട്ടു. ജൂഹി പിന്നാലെ പശ്ചാത്താപത്തോടെ മനസ്സ് തുറന്ന് സംസാരിച്ചു. ഞാൻ വളരെ മോശം മകളായിരുന്നു. എന്റെ അമ്മ മരിച്ചപ്പോ ഞാൻ അവരുടെ അടുത്തുണ്ടായിരുന്നില്ല. അവർക്കൊരു അനാഥയെപ്പോലെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നു. അവരുടെ അവസാന നിമിഷത്തിൽ പോലും ഞാൻ അവരുടെ കൂടെയുണ്ടായിരുന്നില്ല. കഥ അവിടെ നിന്ന് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അക്കാലത്ത് ജൂഹി അമേരിക്കയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു ദിവസം അവൾക്ക് കൊറിയയിൽ നിന്നൊരു കോൾ വന്നു. അവളുടെ അമ്മ മരണപ്പെട്ടു എന്ന വിവരമായിരുന്നു അതിലൂടെ അറിയിക്കപ്പെട്ടത്. അത് കേട്ടതും ജൂഹി പൂർണ്ണമായും തകർന്നുപോയി. അവൾക്കേറ്റ ആ മുറിവ് അത്രമേൽ ആഴത്തിലുള്ളതായിരുന്നു. ഇന്നും ആ വേദനയിൽ നിന്ന് പുറത്തു കടക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. അതവളെ ഡിപ്രഷനിലേക്ക് തള്ളിവിട്ടു. ബോക്ജ ഇതൊക്കെ മനസ്സിലാക്കിയതും അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. ബോക്ജ പറഞ്ഞു, അതിലൊന്നും നിന്റെ യാതൊരു തെറ്റുമില്ല മോളെ. സ്വയം കുറ്റപ്പെടുത്തി മോളിങ്ങനെ നിന്നെ തന്നെ ശിക്ഷിക്കരുത്. എന്റെ സമയം കഴിഞ്ഞിരുന്നു, അതുകൊണ്ടാ എനിക്ക് പോരേണ്ടി വന്നത്. അത് നിന്റെ തെറ്റൊന്നുമല്ല. കുറച്ചു സമയത്തിനു ശേഷം 2 സുഹൃത്തുക്കളും ഒന്നിച്ച് ഡംപ്ലിങ്സ് ഉണ്ടാക്കാൻ ആരംഭിച്ചു. ബോക്ജ എങ്ങനെയാണോ ഉണ്ടാക്കിയിരുന്നത് അതേ രീതിയിലാണ് ഉണ്ടാക്കാൻ ജൂഹിയും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതേ സമയം ഭൂതകാലത്തിലെ ചില രംഗങ്ങൾ കൂടി കടന്നുവരുന്നു. മറ്റൊരിടത്തായിരുന്നപ്പോഴും മാസത്തിൽ 2 തവണ സമയം കണ്ടെത്തി ബോക്ജ ജൂഹിയെ കാണാൻ വരുമായിരുന്നു. അവർ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ചിലപ്പോൾ ഭക്ഷണം, ചിലപ്പോൾ സമ്മാനങ്ങൾ. ആ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ജൂഹിക്ക് ലഭിച്ചിരുന്ന സന്തോഷം വളരെ വലുതായിരുന്നു. അവളുടെ ലോകം മുഴുവൻ അതിലായിരുന്നു നിറഞ്ഞിരുന്നത്. ആ ഭക്ഷണങ്ങൾ കാണുമ്പോ അവളുടെ മുഖം തിളങ്ങുമായിരുന്നു. ആ മാസത്തിലെ 2 ദിവസങ്ങൾ ജൂഹിയെ സംബന്ധിച്ച് അത്രമേൽ വിലമതിക്കാനാവാത്തതായിരുന്നു. ആ സമയത്തായിരുന്നു അമ്മയോടൊപ്പം അവൾക്ക് സമയം ചെലവഴിക്കാനാകെ സാധിച്ചിരുന്നതും. അത് തന്നെയായിരുന്നു അവളുടെ യഥാർത്ഥ സന്തോഷം. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ജൂഹിയുടെ ഡംപ്ലിങ്സ് ഉണ്ടാക്കൽ പൂർത്തിയായി. തന്റെ അമ്മ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഡംപ്ലിങ്സ് ഉണ്ടാക്കാൻ അവൾക്ക് ഒരുപാട് സമയം വേണ്ടി വന്നിരുന്നു.
ഉണ്ടായിരുന്നു. അവൾ 100-ലധികം തവണ ഡംപ്ലിങ്സ് ഉണ്ടാക്കി നോക്കി. എങ്കിലും അവളുടെ അമ്മ ഉണ്ടാക്കുന്ന ഡംപ്ലിങ്സിലെ ആ രുചി ഒരിക്കലും കിട്ടിയിരുന്നില്ല. എന്നാൽ ഒടുവിൽ അവൾ അതിന്റെ ടിപ്സ് കണ്ടെത്തുക തന്നെ ചെയ്തു. മിന്നുമായുള്ള സംസാരത്തിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പുറത്തു വന്നു. മിൻ അവളോട് ചോദിച്ചു, നീ നിനക്ക് പ്രൊഫസറാകണം എന്നൊരിക്കലും വിചാരിച്ചിരുന്നില്ലല്ലോ, ആ ഒരു ഐഡിയ നിനക്ക് എങ്ങനെയാ വന്നത്? ജൂഹി പറഞ്ഞു, ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചിരുന്നപ്പോ പഠനത്തോട് എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. പുസ്തകം തുറക്കുമ്പോൾ തന്നെ എന്റെ തലവേദനിക്കാൻ തുടങ്ങും. എങ്കിലും ഞാൻ കഷ്ടപ്പെട്ടു പഠിച്ചു. അമ്മ എപ്പോഴും പഠനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമായിരുന്നു. അതുകൊണ്ടാ അത്രയ്ക്കും ഞാൻ കഷ്ടപ്പെട്ടത്. കഥ അവിടെ നിന്നും വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ ശേഷം ബോഗ്ജ തന്റെ മകളെ താൻ ജോലിക്കാരിയായി നിൽക്കുന്ന നഗരത്തിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ വീട്ടിലെ ഉടമസ്ഥരും അവരുടെ കുട്ടികളും കുറച്ചു ദിവസത്തേക്ക് വെക്കേഷന് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ബോഗ്ജ വിജനമായ ആ വീട്ടിലേക്ക് ജൂഹിയെ കൊണ്ടുവന്നത്. അവിടെ അവൾ തന്റെ മകൾക്കായി ഒരുപാട് സ്വാദിഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കുകയും ഇന്ന് നിനക്കിഷ്ടമുള്ളത്രയും കഴിച്ചോളൂ എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടയിൽ വെക്കേഷൻ ക്യാൻസൽ ചെയ്ത് വീടിന്റെ ഉടമസ്ഥരും കുട്ടികളും തിരിച്ചെത്തി. കുട്ടികൾക്ക് ജൂഹിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഡാഡി അവരോട് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോകൂ എന്ന് പറഞ്ഞു. അന്ന് ആ വീട്ടുടമസ്ഥൻ ബോഗ്ജിയോടും ജൂഹിയോടും വലിയ പരിഹാസത്തോടെയായിരുന്നു സംസാരിച്ചത്. അയാൾ പറഞ്ഞു, ഉണ്ടാക്കിയ ഭക്ഷണം മുഴുവൻ തിന്നു തീർത്തോളൂ, ഇത് ഇവിടെ വേറെ ആരും കഴിക്കാൻ പോകുന്നില്ല. എന്തോരം ഭക്ഷണമാ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വാക്കൊക്കെ ജൂഹിയുടെ ഹൃദയത്തിൽ ഒരു സൂചി പോലെ തറഞ്ഞു. അവൾക്ക് ജീവിതത്തിൽ ആദ്യമായി ഇൻസൾട്ട് അനുഭവപ്പെട്ടു. സൊസൈറ്റിയുടെ കണ്ണിൽ തങ്ങൾ ആരാണെന്ന് അന്നവൾക്ക് മനസ്സിലായി. അവൾക്ക് തന്റെ അമ്മയുടെ ജോലിയെക്കുറിച്ച് ഒരിക്കലും പരാതി ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് അവൾക്ക് സ്വയം വളരെ ചെറുതായതായും നിസ്സഹായായും തോന്നി. ജൂഹി എന്നൊന്നും പറയാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു. പുറകെ അവളുടെ അമ്മയും വന്നിരുന്നു. എന്നാൽ ജൂഹി അവരോടൊരു വാക്കുപോലും പറഞ്ഞില്ല. അവൾ തന്റെ അമ്മയുടെ മുഖത്തേക്ക് ഒരു തവണ പോലും നോക്കാതെ നേരെ ബസ് കയറി സ്വന്തം വീട്ടിലേക്ക് പോന്നു. ഏത് ഭക്ഷണം കാരണമാണോ തന്റെ അമ്മയ്ക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഇത്രയൊക്കെ കേൾക്കേണ്ടി വന്നത്, ആ ഭക്ഷണം കൂടെ കൊണ്ടുപോരാൻ അവൾ നിർബന്ധിതയായി മാറിയിരുന്നു. അന്ന് ജൂഹിയുടെ കണ്ണുകളിൽ നിന്ന് വേദനയോടെ കണ്ണീരൊഴുകി. ബോഗ്ജയ്ക്കും ഇതൊന്നും വേണ്ടായിരുന്നു എന്നോർത്ത് ഏറെ ദുഃഖം നിറഞ്ഞു. അവർ അന്ന് ഒരുപാട് കരഞ്ഞു. ജൂഹിക്ക് പഠനത്തോടെപ്പോഴും വെറുപ്പായിരുന്നു. എന്നാൽ അന്ന് നടന്ന കാര്യങ്ങൾ അവളുടെ ചിന്താഗതിയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഇനി ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നവൾ ഉറപ്പിച്ചു. അന്നു മുതൽ അവൾ ജീവൻ പണയം വെച്ച് കഠിനാധ്വാനം ചെയ്തു. തന്റെ സമയം മുഴുവനായും പഠനത്തിലേക്ക് തിരിച്ചു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. സമയം രാത്രിയായി കഴിഞ്ഞിട്ടുണ്ട്. ജൂഹിയുടെ വീടിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു. വീടിനുള്ളിലേക്ക് ഒരു മനുഷ്യൻ വന്നു. അത് ജൂഹിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. സംഭാഷണത്തിൽ നിന്ന് അക്കാര്യം വ്യക്തമായി. വർഷങ്ങൾക്ക് മുമ്പ് അവരിരുവരും ഡേറ്റ് ചെയ്തിരുന്ന സമയത്ത് അവരുടെ എൻഗേജ്മെന്റ് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ ജൂഹി വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചു. അതിന് ഒരേ ഒരു കാരണമായിരുന്നു ഉണ്ടായിരുന്നത്. ചെക്കന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു കണ്ടീഷൻ വന്നു. കല്യാണത്തിന് ജൂഹിയുടെ അമ്മയ്ക്ക് പകരം അമ്മ അവളെ വളർത്താൻ നിർത്തിയിരുന്ന ടീച്ചേഴ്സായ അവളുടെ അങ്കിളും ഭാര്യയും ജൂഹിയുടെ പേരൻസായി വന്ന് കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന്. അവളുടെ അമ്മയെ ചെക്കന്റെ വീട്ടുകാർ വില കുറച്ചായിരുന്നു കണ്ടിരുന്നത്. ആ കാര്യം ജൂഹിയുടെ ഹൃദയം തകർത്തു കളഞ്ഞു. അവൾ പറഞ്ഞു, എന്റെ അമ്മയോട് എനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും? എന്നെ വളർത്തി വലുതാക്കിയ എന്റെ അമ്മയുടെ അവകാശം എനിക്ക് എങ്ങനെയാണ് അവരിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയുക? സ്വന്തം മകളുടെ കല്യാണത്തിന് വരുന്നത് തടഞ്ഞാൽ ആ അമ്മ തന്റെ വാർദ്ധക്യത്തിൽ എന്തുമാത്രം വേദനിക്കും? എല്ലാ മാതാപിതാക്കളുടെയും ഒരേ ഒരു സ്വപ്നമല്ലേ സ്വന്തം മകളെ ഒരു വധുവാക്കി ഒരുക്കി യാത്രയാക്കുക എന്നത്. ഞാൻ എന്റെ അമ്മയിൽ നിന്ന് ഇതൊക്കെ എങ്ങനെയാണ് തട്ടിയെടുക്കുക? സംസാരമധ്യേ അതൊക്കെ അവിടെ ഇരുന്ന് കേട്ട ബോഗ്ജയ്ക്ക് വലിയ ഞെട്ടലും ദേഷ്യവും ഉണ്ടായി. അവളുടെ കല്യാണം മുടങ്ങാൻ കാരണം താൻ കൂടിയാണെന്ന് ബോഗ്ജ ചിന്തിച്ചു. ബോഗ്ജ പറഞ്ഞു, നീ എന്തൊക്കെയാ ചെയ്തത്? ഞാൻ വന്നില്ലെങ്കിലും നിന്റെ കല്യാണം നന്നായി നടക്കില്ലായിരുന്നോ? നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ലായിരുന്നോ? ഇനി നീ എത്ര നാളുവരെ എന്റെ മരണവും ഒരു കുറ്റബോധമായി കൊണ്ടു നടന്ന് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും? ദേഷ്യം പിടിച്ച് അവർ അടുത്തുള്ള ഒരു ബോക്സിന് ചവിട്ടി. ഈ തവണ അവരുടെ മൂവ്മെന്റ് കാരണം ആ ബോക്സ് ശരിക്കും മൂവായി. അത് കണ്ടതും അവർക്ക് തോന്നി ഇപ്പോൾ തനിക്ക് ജൂഹിയെ തൊടാൻ കഴിയുമെന്ന്. അവരുടൻ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ജൂഹിയുടെ മുറിയിലേക്ക് പോകാൻ ആരംഭിച്ചു. അവളെ തൊടാൻ ശ്രമിച്ചു. എന്നാൽ ബോഗ്ജയ്ക്ക് മകളെ തൊടാൻ സാധിച്ചില്ല. അതിനർത്ഥം അവർക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ മാത്രമേ തൊടാൻ കഴിയൂ എന്നാണ്. എന്നാൽ ഒരു മനുഷ്യനെയും തൊടാൻ കഴിയില്ല.
അടുത്ത ദിവസം ബോഗ്ജ ഒരു നദീതീരത്ത് നിശബ്ദമായിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മെസഞ്ചർ ഗൈഡ് വരുന്നത്. അവർക്ക് പോകാനുള്ള സമയമായി എന്നവൻ പറഞ്ഞു. അവരുടെ വെക്കേഷൻ ട്രിപ്പ് വൈകാതെ അവസാനിക്കുകയാണ്. ബോഗ്ജ പറഞ്ഞു, ഇപ്പോ 2 രാത്രികൾ മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും ഒരു രാത്രി കൂടി ബാക്കിയുണ്ട്. ഗൈഡ് പറഞ്ഞു, അതെ, നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണ്. എന്നാൽ നിയമപ്രകാരം നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുറ്റുമുള്ള ഒരു വസ്തുവിനെയും നിങ്ങൾക്ക് തൊടാൻ കഴിയില്ലെന്ന്. എന്നാൽ കഴിഞ്ഞ രാത്രി നിങ്ങളൊരു സാധനം ചവിട്ടി. ഈ കാരണം കൊണ്ട് നിങ്ങളുടെ വെക്കേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ മടങ്ങി വന്നേ മതിയാകൂ. പക്ഷേ താനിപ്പോ വരില്ലെന്ന് ബോഗ്ജ വ്യക്തമായി വിസമ്മതിച്ചു. അവർ ആ ഗൈഡിൽ നിന്ന് അകന്നോടാൻ തുടങ്ങി. ഗൈഡും അവർക്ക് പിന്നാലെ പോയി. അങ്ങനെ ഓടിയോടി അവർ ബോഗ്ജയെ അടക്കം ചെയ്ത സ്ഥലത്തെത്തിച്ചേർന്നു. വളരെ മനോഹരമായ ഒരിടത്തായിരുന്നു അവരെ അടക്കം ചെയ്തിരുന്നത്. ആ സ്ഥലത്തേക്ക് സൂര്യപ്രകാശം മുഴുകി വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ ഗ്രാമം മുഴുവൻ വ്യക്തമായി കാണാം. അന്ന് ബോഗ്ജയുടെ ബർത്ത്ഡേ കൂടിയാണ്. കുറച്ചു കഴിഞ്ഞതും ജൂഹിയും മിന്നും കൂടി അവരെ കാണുവാൻ ആ ഇടത്തേക്ക് വന്നു. ജന്മദിനമായതുകൊണ്ട് കുഴിമാടത്തിൽ വെക്കുവാൻ കുറച്ച് ഫ്രൂട്ട്സും ഒരു മദ്യക്കുപ്പിയും അവർ കരുതിയിരുന്നു. ജൂഹി മിന്നിനോട് പറഞ്ഞു, എന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോ എല്ലാ തവണയും ബർത്ത്ഡേക്ക് ഫോൺ വിളിച്ച് വിഷ് ചെയ്യുമായിരുന്നു. അന്നവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എനിക്ക് അയച്ചു തരുമായിരുന്നു. എന്നാൽ ഞാൻ ഒരിക്കലും അവരെ ഫോൺ വിളിച്ച് വിഷ് ചെയ്തിട്ടില്ല. അവരുടെ ബർത്ത്ഡേക്ക് പോലും ഞാൻ അവരെ കാണാൻ പോയിട്ടില്ല. എനിക്ക് ഈ കാര്യത്തിലൊക്കെ വലിയ കുറ്റബോധമുണ്ട്. ബോഗ്ജ പറഞ്ഞു, ഇതിലൊന്നും നിന്റെ തെറ്റൊന്നുമില്ല മോളെ. ആ സമയത്ത് നീ നിന്റെ പഠിത്തത്തിന്റെ തിരക്കിലായിരുന്നെന്ന് എനിക്കറിയാം. പിന്നെ മോളൊന്ന് കേൾക്കൂ, എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല. നീ ചെയ്ത കാര്യങ്ങളിൽ പരാതിയുമില്ല. അതുകൊണ്ട് എല്ലാ കാര്യത്തിന്റെയും കുറ്റം എന്റെ മോളുടെ മേൽ മാത്രം ഇടരുത്. അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ഗൈഡ് പറഞ്ഞു, ബോഗ്ജ, നിങ്ങളിപ്പോൾ സ്വർഗത്തിലേക്ക് മടങ്ങിയില്ലെങ്കിൽ നരകത്തിൽ നിന്ന് കൂടുതൽ ആളുകളെ അയച്ച് അവർ നിങ്ങളെ തിരികെ കൊണ്ടുപോകും. നിയമങ്ങൾ ലംഘിച്ചതിന് നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും. പക്ഷേ ബോഗ്ജ ശാഠ്യം പിടിച്ചു പറഞ്ഞു, എന്റെ സമയം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇന്ന് പോകില്ല. അത് കേട്ടതും ഗൈഡ് പറഞ്ഞു, ശരി, എന്നാൽ ഇനി മേലിൽ ഒരു നിയമവും തെറ്റിക്കരുത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാലും ഞാൻ എന്റെ സീനിയറിനോട് നിങ്ങളുടെ കാര്യങ്ങളൊന്ന് സംസാരിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ഗൈഡ് അവിടെ നിന്ന് പോയി. കുറച്ചു സമയത്തിനു ശേഷം ജൂഹി മിന്നിനെ ബസ് സ്റ്റാൻഡിൽ വിടാനായി പോയി. കാരണം മിന്നിന്ന് സോളിലേക്ക് മടങ്ങുകയാണ്. അവർ ഇരുവരും അവസാനമായി പരസ്പരം കെട്ടിപ്പിടിച്ചു. അവിടെ വെച്ച് ഇമോഷണലായി ഗുഡ് ബൈ പറഞ്ഞു. ബസ് പോയ ഉടനെ ബസ് സ്റ്റാൻഡിൽ ഒരു നേരിയ മ്യൂസിക് മുഴങ്ങുന്നുണ്ടായിരുന്നു. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ബോഗ്ജ പറഞ്ഞു, ഈ പാട്ട് ജൂഹിയുടെ ഫേവറേറ്റ് ആയിരുന്നു. അവരിരുവരും അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചിലിരുന്നു. ആ പാട്ട് നിശബ്ദമായി കേട്ടു. മടങ്ങി വരുന്ന വഴിയിൽ ഒരു ട്രാഫിക് ലൈറ്റിൽ നിൽക്കുമ്പോൾ ജൂഹിയുടെ കണ്ണ് മക്ഡൊണാൾഡ്സിന്റെ സെയിൻ ബോർഡിൽ പതിച്ചു. ആ ബോർഡ് കാണുമ്പോ അവളുടെ ഓർമ്മകൾ പഴയ കാര്യങ്ങളിലേക്ക് പോയി. യഥാർത്ഥത്തിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ജൂഹി സോളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബോഗ്ജ അവളെ വീണ്ടും വീണ്ടും കാണുവാനും മറ്റുമായി ഫോൺ ചെയ്യുമായിരുന്നു. എന്നാൽ ജൂഹി തന്റെ പഠിത്തത്തിലും ജോലിയിലും അത്രയധികം ബിസിയായിരുന്നതുകൊണ്ട് ഒരിക്കലും അമ്മയുടെ ഫോൺ എടുത്തിരുന്നില്ല. അവൾ ഫ്രീ ആകുമ്പോഴേക്കും ഒരുപാട് രാത്രിയാകുമായിരുന്നു. അതുകൊണ്ട് തിരികെ വിളിക്കാറുമില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബോഗ്ജ പറയാതെ ജൂഹിയുടെ ബർത്ത്ഡേക്ക് അവളെ കാണാൻ സോളിലേക്ക് വന്നു. കുറെ ഭക്ഷണവും കൊണ്ടുവന്നിരുന്നു. എന്നാൽ അവർ അവിടെ എത്തിയതും ജൂഹി യാതൊരു കാരണവുമില്ലാതെ അമ്മയോട് വലിയ രീതിയിൽ ദേഷ്യപ്പെട്ടു. ബോഗ്ജയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. അവർ ഇത്രമാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ഒരമ്മയ്ക്ക് സ്വന്തം മകളെ കാണാൻ വരാൻ പോലും കഴിയില്ലേ? അത്രയധികം ഭക്ഷണമുണ്ടാക്കി കൊണ്ടുവന്നതിനും ജൂഹി എന്നമ്മയോട് വഴക്ക് പറഞ്ഞിരുന്നു. താനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും ഇതൊക്കെ കൊണ്ട് താനെന്ത് ചെയ്യാനാണ്? ആകെ ഒരു ബെഡേയുള്ളൂ. നിങ്ങളെന്ത് വിചാരിച്ചു? നമ്മൾ തമ്മിൽ അത്ര അടുപ്പമുണ്ടെന്നോ? ഒരേ കിടക്കയിൽ കിടന്നുറങ്ങാൻ എനിക്കതൊന്നും സാധിക്കില്ല എന്നുമായിരുന്നു അവൾ ചോദിച്ചത്. അതും ബോഗ്ജയുടെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു. എപ്പോഴൊക്കെ ബോഗ്ജ ജൂഹിയെ വിളിച്ചോ അപ്പോഴൊന്നും ജൂഹി അത് റിസീവ് ചെയ്തിരുന്നില്ല. അവൾ ഒരിക്കലും തിരികെ വിളിച്ചതുമില്ല. ഒടുവിൽ തന്റെ സ്വന്തം മകളെ കാണാൻ വന്നപ്പോ ആ സമയത്ത് അവരെത്രത്തോളം സന്തോഷവതിയായിരുന്നോ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞിരിക്കുന്നു. ഏറെ ദുഃഖത്തോടെ ബോഗ്ജ അന്ന് പുറത്തേക്കിറങ്ങി. ഒന്നും മിണ്ടാതെ റോഡിന് നടുവിലൂടെ അപരിചിതരായ ആളുകൾക്കിടയിലൂടെ സങ്കടപ്പെട്ട് തകർന്ന മനസ്സോടെ അർദ്ധരാത്രിയിൽ അവർ നടന്നു നീങ്ങി. ജൂഹിക്ക് താൻ പറഞ്ഞത് കടുത്തുപോയോ എന്ന് ചിന്തിച്ച് അന്നേറെ കുറ്റബോധം തോന്നി. എന്നാൽ താൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാകുന്നുമുണ്ടായിരുന്നില്ല. ബോഗ്ജ നടന്ന് ഒരു മക്ഡൊണാൾഡ്സ് റെസ്റ്റോറന്റിലെത്തി. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അവർ അങ്ങനെ ഒരു കെട്ടിടത്തിലെത്തുന്നത്. അവിടെ ചെന്ന് അവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ ഒരു ഐസ്ക്രീം നോക്കി അവർ ഓർഡർ ചെയ്തു. എന്നിട്ട് അവിടെ ഒരു കസേരയിലിരുന്നു. ബോഗ്ജ അവിടുത്തെ ഒരു വെയിറ്ററോട് പറഞ്ഞ് ജൂഹിക്ക് ഒരു മെസ്സേജ്
സമാധാനിപ്പിച്ചു. താൻ സുരക്ഷിതമായി ബസ്സിൽ കയറി മടങ്ങിയെന്നും തനിക്ക് മോളോടൊരു പരിഭവവും ഇല്ലയെന്നും മോള് വിഷമിക്കരുത് എന്നുമായിരുന്നു ആ മെസ്സേജിലുണ്ടായിരുന്നത്. എന്നാൽ ബോഗ്ജയെ പിന്തുടർന്നു വന്നിരുന്ന ജൂഹി മക്ഡൊണാൾഡ്സിനകത്തിരിക്കുന്ന തന്റെ അമ്മയെ നോക്കിക്കണ്ടിരുന്നു. അത് കണ്ട് അവളുടെ ഹൃദയം തകർന്നു. അവൾക്ക് തന്നോട് തന്നെ ദേഷ്യം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണീരൊഴുകാൻ ആരംഭിച്ചു. ബോഗ്ജയുടെ കയ്യിലിരുന്ന ഐസ്ക്രീം മെൽറ്റായി കയ്യിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അന്നു മുതലായിരുന്നു ജൂഹിക്ക് മക്ഡൊണാൾഡ്സിനോട് വെറുപ്പായത്. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. അവൾ ആ മക്ഡൊണാൾഡ്സിനകത്ത് പോയിരുന്ന് അതേപോലെ ഐസ്ക്രീം വാങ്ങി അന്ന് അവളുടെ അമ്മ ഇരുന്ന പോലെ ഇരിക്കുകയാണ്. അത് കണ്ടതും കാര്യങ്ങൾ ബോഗ്ജയും തിരിച്ചറിഞ്ഞു. അന്ന് തന്റെ മകൾ തന്നെ കണ്ടിട്ടുണ്ടെന്ന് ബോഗ്ജയ്ക്ക് വ്യക്തമായി. എല്ലാ ചെറിയ കാര്യങ്ങൾ പോലും തന്റെ മകൾ ഓർത്തു വെച്ചിരിക്കുകയാണ് എന്നറിഞ്ഞതും ബോഗ്ജ കൂടുതൽ സങ്കടപ്പെട്ടു. സമയം രാത്രിയായി കഴിഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി ജൂഹി ഒറ്റപ്പെടുകയാണ്. അവളുടെ കൂട്ടുകാരി കൂടെയുണ്ടായിരുന്നപ്പോ അവൾക്കത്രയും സ്ട്രെസ് തോന്നിയിരുന്നില്ല. അപ്പോഴാണ് അവളുടെ ആന്റിയായ മൂൺ അങ്ങോട്ടേക്ക് വന്നത്. മൂൺ അവൾക്കായി ചില ഡ്രിങ്ക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാത്രി രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ആ ഡ്രിങ്ക്സ് കഴിച്ചു. ആ സമയത്ത് ആന്റി മൂൺ ജൂഹിയോട് അവളുടെ അമ്മയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. ബോഗ്ജയും അവരും കുട്ടിക്കാലം മുതൽക്കേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങളുടെ കാലം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. നിന്റെ അമ്മയും ഞാനും ചെറുപ്പമായിരുന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു എലിമെന്ററി സ്കൂളിൽ പോയിരുന്നത്. നിന്റെ അമ്മയ്ക്കുണ്ടല്ലോ പഠിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ അന്നത്തെ വീട്ടു സാഹചര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് തുടർന്ന് പഠിക്കാനൊന്നും അവസരം കിട്ടിയില്ല. എനിക്ക് പഠിക്കാൻ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബോഗ്ജയ്ക്ക് തുടർന്ന് പഠിക്കാൻ കഴിയില്ലെന്ന കാര്യം മനസ്സിലായപ്പോ വലിയ ദേഷ്യം വന്നു. അവളേറെ ദുഃഖിച്ചു. അതിനുശേഷം അവൾ നഗരത്തിൽ പോയി ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ആ ദിവസങ്ങളിൽ അവൾ നഗരത്തിൽ നിന്ന് വീട്ടിലേക്ക് പണം അയക്കുമായിരുന്നു. നിന്റെ അങ്കിളിന്റെ പഠിത്തത്തിന് വേണ്ടിയുള്ള പണവും ബോഗ്ജ തന്നെയെ അയച്ചു കൊടുത്തിരുന്നത്. കുട്ടിക്കാലം മുതല് വാർദ്ധക്യം വരെ ആ പാവം എപ്പോഴും കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. കഥ ആ സമയം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബോഗ്ജ ജൂഹിയെ തന്റെ കൂടെ ജോലിക്ക് കൊണ്ടുപോയിരുന്നു. ജൂഹിയെ നോക്കാൻ അന്ന് മറ്റാരും ഉണ്ടായിരുന്നില്ല. ജൂഹി കുട്ടിയാണ്. അവർ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ സ്ത്രീ ജൂഹിയെ കണ്ട് സ്നേഹത്തോടെ കുറച്ച് പണമൊക്കെ നൽകിയിരുന്നു. ബോഗ്ജ അവിടെ വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അബദ്ധത്തിൽ അവർ ആ സ്ത്രീയുടെ വില കൂടിയ ഒരു വസ്ത്രം മറ്റൊരു വസ്ത്രത്തോടൊപ്പം ഇട്ട് കൈകൊണ്ട് കഴുകി. ആ കാരണം കൊണ്ട് ആ വസ്ത്രത്തിൽ കറകൾ വീണു. ആ സ്ത്രീ അവരോട് പറഞ്ഞു, കഴുകുന്നതിന് മുമ്പ് ഒരു തവണ ചോദിച്ചിരുന്നെങ്കിൽ നന്നായേനെ. പക്ഷെ ആ സ്ത്രീ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ബോഗ്ജയുടെ കഠിനാധ്വാനത്തിനനുസരിച്ച് ഇടയ്ക്കൊക്കെ എക്സ്ട്രാ പണവും അവർ നൽകിയിരുന്നു. അന്നതുപോലെ പണം കൊടുത്തപ്പോ മിസ് ബോഗ്ജ വാങ്ങാൻ വിസമ്മതിച്ചു. കാരണം താൻ കാരണമാണ് അവരുടെ വില കൂടിയ ഡ്രസ്സ് കേടായതെന്നും അതിന് പരിഹാരം ചെയ്യണമെന്നും ബോഗ്ജ ആഗ്രഹിച്ചു. തന്റെ ശമ്പളം ഈ മാസം കുറച്ചു മതി എന്ന് ബോഗ്ജ പറഞ്ഞു. പക്ഷെ ആ സ്ത്രീ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അബദ്ധങ്ങൾ മനുഷ്യർക്ക് പറ്റുന്നതാണല്ലോ. എന്നാൽ ബോഗ്ജയാകട്ടെ ആർക്കും നഷ്ടം വരുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർ അന്ന് പണം വാങ്ങിയില്ല. ജൂഹിയുടെ കയ്യിൽ അവർ കുറച്ച് പണം കൊടുത്തിരുന്നതും ജൂഹി തിരികെ കൊടുത്തു. അന്ന് അവിടെ നിന്ന് പോരുമ്പോ ജൂഹി അമ്മയോട് ചോദിച്ചു, അമ്മേ, എല്ലാ പണവും തിരികെ കൊടുത്ത ഇനി നമ്മളെങ്ങനെ വാടക കൊടുക്കും? അന്ന് രാവിലെയും വീട്ടുടമസ്ഥൻ വന്ന് ദേഷ്യപ്പെട്ടിരുന്നു. ബോഗ്ജ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, മോളൊട്ടും വിഷമിക്കണ്ട, നിന്റെ അമ്മ വീണ്ടും പണം സമ്പാദിക്കും. കഥ പ്രസന്റിലേക്ക് വരുന്നു. ജൂഹിയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആന്റി മൂൺ പറഞ്ഞു, ഒരിക്കൽ ഒരു ആന്റി ബോഗ്ജയ്ക്കൊരു ജോലിയുടെ ഓഫർ കൊണ്ടുവന്നു. അവർ ബോഗ്ജയോട് പറഞ്ഞു, 2 കുട്ടികളുള്ള ഒരു സിംഗിൾ ഫാദർ ഉണ്ട്. അവൾ അയാളെ വിവാഹം കഴിച്ച് അയാളുടെ കുട്ടികളെ നന്നായി വളർത്തിയാൽ ജൂഹിയുടെ പഠിത്തത്തിന്റെ മുഴുവൻ ചെലവും അയാൾ നോക്കും. ജൂഹിക്ക് വിദേശത്തേക്ക് പോയി പഠിക്കണമെങ്കിൽ പോലും അയാൾ കാര്യങ്ങൾ ഡീൽ ചെയ്തോളും. ബോഗ്ജ അന്ന് ചിന്തിച്ചത് തന്റെ മകളുടെ കാര്യം മാത്രമായിരുന്നു. തന്റെ മകൾക്ക് നല്ലൊരു ഭാവി കിട്ടിയാലോ എന്ന് ചിന്തിച്ച് മറ്റോപ്ഷനൊന്നും ഇല്ലാതിരുന്ന ബോഗ്ജ ആ ഓഫർ സ്വീകരിച്ചു. തന്റെ മകളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കില്ല, തന്റെ സമ്പാദ്യം കൊണ്ടൊന്നും കഴിയില്ല എന്ന് ബോഗ്ജയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെയാണ് ബോഗ്ജ അയാളുടെ വീട്ടിൽ ഭാര്യയായി ചെന്നത്. പക്ഷേ അവിടെ നിന്റെ അമ്മ വെറും ഒരു വേലക്കാരി മാത്രമായിരുന്നു. പിന്നാലെ ആന്റി മൂൺ ജൂഹിയോട് പറഞ്ഞു, നിന്നെ നിന്റെ അങ്കിളിന്റെയും ആന്റിയുടെയും അടുത്താക്കി
നോക്കിയിട്ട അമ്മ അങ്ങോട്ടേക്ക് പോയത്? അവര് നിന്നെ നന്നായി നോക്കിയില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ അമ്മ കൃത്യമായി നിന്റെ അങ്കിളിന് പണം അയച്ചിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ നിന്നെ അത്ര നല്ല രീതിയിൽ നോക്കുമായിരുന്നില്ല. ജൂഹി അത് കേട്ടതും കുറച്ച് ശാന്തിയായി പറഞ്ഞു, എന്റെ അമ്മ വെറും മണ്ടിയായിരുന്നു എന്നാ ഞാൻ കരുതിയത്. പക്ഷേ അമ്മ പോയ ശേഷമാ എനിക്ക് മനസ്സിലായത് അമ്മയ്ക്ക് മുമ്പിൽ മറ്റു വഴികളില്ലായിരുന്നുവെന്ന്. അവരുടെ ഈ സംഭാഷണങ്ങളൊക്കെയും ബോഗ്ജ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആന്റിമോൺ ആ സമയം ജൂഹിയോട് ചോദിച്ചു, നീ നിന്റെ അമ്മയോട് പറയാതെ എന്തിനാ അമേരിക്കയിലേക്ക് പോയത്? ബോഗ്ജ എത്രത്തോളം സങ്കടപ്പെട്ടിരുന്നു എന്ന് നിനക്കറിയാമോ? കഥ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അന്ന് ബോഗ്ജ സോളിൽ നിന്നും മടങ്ങി വന്നപ്പോ ആന്റിമോണിനെ കണ്ടുമുട്ടിയിരുന്നു. അവരുടെ ചോദ്യത്തിന് മറുപടിയായി അന്ന് ബോഗ്ജ പറഞ്ഞു, ജൂഹി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവർ നമുക്ക് രണ്ടുപേർക്കുമായി എന്തൊക്കെയോ വാങ്ങി അയച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നമ്മ അവിടം വിട്ട് പോന്നപ്പോ ജൂഹിയും അമ്മയുടെ പിന്നാലെ ആ വീട് വരെ വന്നിരുന്നു. കാരണം അവളും തന്റെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ സാഹചര്യങ്ങൾ അവളെ അത്രയും പരുക്കൻ സ്വഭാവക്കാരിയാക്കി മാറ്റി. അന്നവൾ തന്റെ അമ്മയ്ക്കായി ഒരു വില കൂടിയ സമ്മാനം വീട്ടുമുറ്റത്ത് വെച്ചിട്ടായിരുന്നു പോയത്. അത് ബോഗ്ജയ്ക്ക് രാവിലെയാണ് ലഭിക്കുന്നതും. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ജൂഹിക്ക് അന്നും തീരെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ജൂഹി മുന്നിലുള്ള ഡ്രോയറിൽ നിന്ന് ബോഗ്ജ എഴുതിയ പഴയ ഡയറി പുറത്തെടുത്തു. തന്റെ ജീവിതം അതിലെ നല്ലതും മോശവുമായ എല്ലാ നിമിഷങ്ങളെക്കുറിച്ചും അവർ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ജൂഹി വീണ്ടും ആ ഡയറി വായിക്കാൻ തുടങ്ങി. അതിൽ തന്റെ ഒറ്റപ്പെടലിനോടൊപ്പം തന്റെ മകൾ താൻ കാരണം എത്രത്തോളം വേദനിക്കപ്പെട്ടു എന്നും ബോഗ്ജ എഴുതിയിരുന്നു. താൻ തന്റെ മകളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്നും എന്നാൽ ജൂഹി എന്തിനാണ് തന്നോട് ഇത്രയധികം വെറുപ്പ് കാണിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ബോഗ്ജ കുറിച്ചിരുന്നു. അത് കണ്ടതും ബോഗ്ജയ്ക്ക് കാര്യം മനസ്സിലായി. ജൂഹി എന്തുകൊണ്ടാണ് ആ പശ്ചാത്താപത്തിൽ കുടുങ്ങി അവിടെ തന്നെ കിടക്കുന്നതെന്ന്. അതിന് കാരണം ആ ഡയറിയായിരുന്നു. ആ ഡയറിയിൽ അവർ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും അവർ എഴുതിയിരുന്നു. ജൂഹി ആ ഡയറി വായിച്ച് വലിയ കുറ്റബോധം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യത്തിനാണ് താൻ ആ ഡയറി എഴുതിയത് എന്നോർത്ത് ബോഗ്ജയ്ക്ക് വലിയ ദേഷ്യവും സങ്കടവും തോന്നി. ജൂഹിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം താൻ തന്നെയാണെന്നവർ കരുതാൻ ആരംഭിച്ചു. അന്നായിരുന്നു ബോഗ്ജയുടെ വെക്കേഷന്റെ അവസാന രാത്രി. അവർ പുറത്തതൊക്കെ ആലോചിച്ച് ദുഃഖത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗൈഡ് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയത്. എന്നാൽ ബോഗ്ജ ഇത്തവണയും പോകാൻ വിസമ്മതിച്ചു. അവർ കണ്ണീരോടെ ഗൈഡിനോട് പറഞ്ഞു, ഞാൻ ഇന്ന് പോയാൽ ജൂഹി അബദ്ധത്തിൽ ചിലപ്പോ ജീവൻ വരെ ഒടുക്കാൻ ശ്രമിക്കും. എനിക്ക് ഭയമുണ്ട്. അവർ ഗൈഡിനോട് അപേക്ഷിച്ചു, പ്ലീസ് എനിക്ക് അവളോട് സംസാരിക്കാൻ ഒരവസരമെങ്കിലും തരൂ. ഞാൻ പൂർണ്ണമായും സുഖമായിരിക്കുന്നുവെന്നും എനിക്ക് അവളുടെ അടുക്കൽ യാതൊരു പരാതിയുമില്ലെന്നും എനിക്ക് അവളോട് പറയണം. ഗൈഡ് പറഞ്ഞു, ഇതൊന്നും എന്റെ കയ്യിലുള്ള കാര്യമല്ല. ഞാൻ എന്റെ സീനിയറിനോട് പറഞ്ഞ് നിങ്ങൾക്ക് അവസരം വാങ്ങിത്തരാം. പക്ഷേ അങ്ങനാണെങ്കിൽ കൂടിയും അതിന് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ ജൂഹിയോട് സംസാരിച്ചാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ജൂഹിയെ കാണാൻ വരാൻ കഴിയില്ല. കൂടാതെ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് ജൂഹിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും തുടച്ചു നീക്കപ്പെടും. അത് കേട്ടതും ബോഗ്ജ പൂർണ്ണമായും നിശബ്ദയായി. എന്നാൽ കുറച്ചു സമയം ആഴത്തിലുള്ള ചിന്തയിൽ മുഴുകിയ ശേഷം അവർ പറഞ്ഞു, ശരി, ഞാൻ സമ്മതിക്കാം. ഇന്ന് ഞാൻ എന്റെ മകൾക്കു വേണ്ടി അത് ചെയ്തില്ലെങ്കിൽ അതെന്റെ സ്വാർത്ഥതയായി മാറും. എന്റെ മകളെക്കുറിച്ച് എനിക്കൊന്നും ഓർമ്മയുണ്ടാകില്ലെങ്കിൽ പോലും എനിക്ക് അവളെ ഈ അവസ്ഥയിൽ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല. ഗൈഡ് ബോഗ്ജയുടെ വാക്കുകൾ ശരിവെച്ചു. അവർക്ക് ജൂഹിയോട് സംസാരിക്കാൻ അവസരം നൽകി. ബോഗ്ജ നേരെ അകത്തേക്ക് പോയി ജൂഹിക്കൊപ്പം കട്ടിലിൽ കിടന്നു. ജൂഹി ഉറക്കം ഉണരുകയും അവൾ തന്റെ അമ്മയെ അരികിൽ കണ്ട് ഒരുപാട് സന്തോഷവതിയാവുകയും ചെയ്തു. അവരെ കാണുമ്പോൾ തന്നെ അവളുടെ മുഖത്തൊരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അവൾ തന്റെ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് വിശക്കുന്നുണ്ടോ? അമ്മ പറഞ്ഞു, എനിക്ക് വിശക്കാറില്ല. ഉടൻ ജൂഹി പറഞ്ഞു, എനിക്കിപ്പോ ഭക്ഷണമുണ്ടാക്കാൻ അറിയാം. എന്റെ കൈകൊണ്ട് അമ്മയ്ക്കായി ഞാൻ ഭക്ഷണമുണ്ടാക്കി തരാൻ ആഗ്രഹിക്കുന്നു. അവൾ എഴുന്നേറ്റ് കിച്ചണിൽ പോവുകയും ഒരുപാട് നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിക്കുകയും ചെയ്തു. മിസ് ബോഗ്ജ പറഞ്ഞു, എന്റെ ബർത്ത്ഡേക്ക് എന്റെ മകൾ എനിക്കായി ഭക്ഷണം ഉണ്ടാക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ഇന്നിപ്പോ ആ ആഗ്രഹം സഫലമായി. രണ്ടുപേരും പരസ്പരം സ്നേഹത്തോടെ ഭക്ഷണം വാരി നൽകി. ഒടുവിൽ ജൂഹി തന്റെ അമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ടോഫു കൊടുത്തു. അവൾ ചോദിച്ചു, ഇത് അമ്മ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണോ ഉള്ളത്? ഞാൻ ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ടോ? അമ്മ പറഞ്ഞു, ഇത് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സ്വാദിഷ്ടമാണ്. കുറച്ച് സമയത്തിനു ശേഷം
ഇരുവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു. ജൂഹി തന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് അമ്മയെ എപ്പോഴും വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും തിരക്കായിരുന്നു. ഇന്ന് ബിസിയല്ലേ, നാളെ വിളിക്കാമെന്ന് ഞാൻ വിചാരിക്കും. നാളെ എന്നത് പിന്നെ മറ്റന്നാളാകും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എനിക്കത് ശ്രദ്ധിക്കാനും പറ്റിയില്ല. എനിക്കറിയാം അമ്മേ, ഞാൻ അമ്മയെ ഒറ്റയ്ക്കാക്കിയെന്ന്. ആ കാര്യത്തിൽ എനിക്ക് മരണം വരെ വിഷമമുണ്ടാകും. കഴിയുമെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. എന്നാൽ ഇപ്പൊ എന്റെ ലൈഫ് വളരെ ബെറ്റർ ആണ്. അമ്മ നോക്കിക്കേ, ഞാൻ എങ്ങനെയൊക്കെയാ മാറിയതെന്ന്. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് അമ്മയ്ക്ക് മാത്രമാണ്. അമ്മയുടെ ത്യാഗം കാരണമാ എനിക്ക് ഈ നല്ല ജീവിതം ലഭിച്ചത്. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ടമ്മേ. ഒക്കെ കേട്ടതും ബോക്ച പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് മോളെ, എന്റെ മോളായി ജനിച്ചതിന്. കുറച്ചു സമയത്തിനു ശേഷം ജൂഹിയും ബോക്ചയും ഉറങ്ങാൻ പോയി. ബോക്ച ജൂഹിയോടപ്പോൾ ഉറങ്ങാനായി പറഞ്ഞു. ജൂഹി വിസമ്മതിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ഉറങ്ങിപ്പോയ അമ്മ വീണ്ടും എവിടേക്കെങ്കിലും അപ്രത്യക്ഷയാകും. ഞാനതങ്ങനെ ആഗ്രഹിക്കുന്നില്ല അമ്മേ. എനിക്ക് അമ്മയോടൊപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങാൻ പോണം. ഞാൻ സമ്പാദിച്ച പണം കൊണ്ട് അമ്മയ്ക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിത്തരണം. ജൂഹി അമ്മയോട് അങ്ങനെ സംസാരിച്ചിരുന്നു. സംസാരിച്ച് പതുക്കെ അവളുടെ കണ്ണുകൾ അടഞ്ഞു. ബോക്ച പറഞ്ഞു, മോളെ, ഒരു കാര്യത്തിലും മോള് പശ്ചാത്തപിക്കരുത്. കുറ്റബോധത്തോടെ ജീവിക്കരുത്. മോള് ചെയ്തതിലൊന്നിലും എനിക്ക് മോളോട് യാതൊരു പരാതിയുമില്ല. മോള് ഒരു നല്ല ജീവിതം നയിക്കണം. എനിക്കത് കണ്ടാൽ മതി. ജീവിതത്തിൽ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അത് മതി. ഒരിക്കലും കരയരുത്. ഇതേ സമയം ഗൈഡ് മറുഭാഗത്ത് ജൂഹിയും ബോക്ചയും ഒന്നിച്ചുള്ള എല്ലാ ഓർമ്മകളും മായ്ച്ചു തുടങ്ങിയിരുന്നു. അതിലൂടെ ഓരോന്നോരോന്നായി മകളെക്കുറിച്ചുള്ള ബോക്ചയുടെ ഓർമ്മകൾ അപ്രത്യക്ഷമായി. അടുത്ത ദിവസം രാവിലെ ജൂഹി ഉറക്കമുണർന്നു. അവൾ തന്റെ മുന്നിൽ നോക്കുമ്പോ അവിടെ അമ്മ ഉണ്ടായിരുന്നില്ല. അവൾ എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി. താനൊരു സ്വപ്നം കണ്ടതാണ് എന്നവൾക്ക് തോന്നി. എന്നാൽ ആ സ്വപ്നം അവളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രൈസ്ലെസ് ആയിരുന്നു. അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം അനുഭവപ്പെട്ടു. അവളുടെ ഹൃദയത്തിൽ നിന്ന് വല്ലാതൊരു ഭാരം ഒഴിഞ്ഞുപോയതുപോലെ ജൂഹി വീണ്ടും സന്തോഷത്തോടെ അമേരിക്കയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അവൾ തന്റെ ബാഗിൽ ഓർമ്മയ്ക്കായി അമ്മയുടെ ഡയറിയും അവരുടെ പെൻസിലുകളും എടുത്തുവെച്ചു. അവളുടെ അമ്മ എഴുതാറുണ്ടായിരുന്ന ആ പേന അവൾ ചേർത്ത് പിടിച്ചു. ആ സമയം അവൾ അത് കണ്ടു. അമ്മ ആ ഡയറിയിൽ അവളുടെ ഫേവറേറ്റ് സോങ് എഴുതി വെച്ചിരിക്കുന്നു. കഴിഞ്ഞ രാത്രി പോകുന്നതിന് മുമ്പ് ബോക്ച ആ ഡയറിയിൽ ജൂഹിക്കായി ഒരു താങ്ക് യു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുവരെ അത് ജൂഹി വായിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവൾ എപ്പോഴാണോ അത് വായിക്കുക, അപ്പോൾ അവൾക്ക് മനസ്സിലാകും അന്ന് നടന്നത് ഒരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമായിരുന്നുവെന്ന്. കഥ അവിടെ അവസാനിക്കുകയാണ്. ഒരമ്മയുടെയും മകളുടെയും സ്നേഹബന്ധത്തിന്റെ ആഴം ഏറെ മനോഹരമായി വിവരിച്ച മനോഹരമായൊരു ചലച്ചിത്രമായിരുന്നു ഔർ സീസൺസ്. പലപ്പോഴും നാളെയാകട്ടെ എന്ന് കരുതി പാരന്റ്സിന്റെ കോളുകളും അവരോട് പ്രകടിപ്പിക്കാനുള്ള സ്നേഹവും നമ്മൾ മാറ്റിവെക്കാറുണ്ട്. പക്ഷേ കാലം നമുക്കായി കാത്തു നിൽക്കണമെന്നില്ല. പ്രയോറിറ്റികൾ മാറിത്തുടങ്ങുമ്പോൾ പാരന്റ്സിനെ ചിലപ്പോഴെങ്കിലും നമ്മൾ മറന്നുപോകാറുണ്ട്. കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോൺ എടുക്കുക. അമ്മയ്ക്കോ അച്ഛനോ അവരെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹലോ, ഒരു ഹായ് അയയ്ക്കുക. നിങ്ങളുടെ സ്നേഹം അവരോട് തുറന്നു പറയുക. അവരുടെ മുഖത്ത് അതൊരു പുഞ്ചിരി വിരിയിക്കുന്നുവെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു പുണ്യപ്രവൃത്തി. മനോഹരമായ മറ്റൊരു ചലച്ചിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. വീണ്ടും കണ്ടുമുട്ടും വരെ ബൈ.